എന്തൊരു പ്രോഡക്റ്റും നമ്മൾ പുറത്തേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നൊരു സംഗതി ഉണ്ടല്ലോ. സിനിമ ഇത്രയും വലിയ കോസ്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻസ്. തിയേറ്ററിന്, ഒ ടി ടിക്ക്, സോഷ്യൽ മീഡിയയ്ക്ക്, അങ്ങനെ മൂന്ന് തരത്തിൽ അല്ലെങ്കിൽ മൂന്ന് തരം കാഴ്ചക്കാരാണല്ലോ, മൂന്ന് തരം കൺസ്യൂമേഴ്സ് ആണല്ലോ കണ്ടന്റിൻ്റെ കാര്യത്തിൽ. വ്യത്യസ്തമാണോ ഓരോന്നിനും മാർക്കറ്റിംഗ്? അല്ല, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മെയിൻലി ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഓക്കെ. പ്രധാന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ പത്രമാധ്യമങ്ങളായിരുന്നു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണ്. നേരത്തെ ഫ്ലെക്സ് ബോർഡുകൾ കുറേ വെക്കുമായിരുന്നു. ഇപ്പോൾ പോലും ഫ്ലെക്സ് ബോർഡിൻ്റെ പോലും വെക്കുന്ന രീതികൾ മാറ്റം, ഹോർഡിങ്സ് ഒക്കെ വളരെ കുറഞ്ഞു. ഇപ്പം എല്ലാം, അതായത് ഫുള്ളി ഫോക്കസ്ഡ് ഓൺലൈൻ മാത്രമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം മാർക്കറ്റിങ്ങിൽ. അപ്പോൾ അതിലെന്തെല്ലാം വെറൈറ്റി CPVന് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ തന്നെ ഇപ്പോൾ അതുകൊണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്ത് ഓൺലൈനിൻ്റെ നമ്മളൊരു സ്പെൻഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക്, അതായത് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ പൈസ ആവുന്നത്. ഏതൊരു കമ്പനിയും ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര ബജറ്റ് മാറ്റി വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി ഇത്ര ബജറ്റ് മാറ്റി വെക്കും എന്ന് പറഞ്ഞ പോലെ സിനിമ ഇത്രയും വലിയ ഒരു 15 കോടി രൂപ അപ്രോക്സിമേറ്റ്ലി ഒരു സിനിമയ്ക്ക്, ഒരു ശരാശരി സിനിമയ്ക്ക് 15 കോടി രൂപ ആവത്തില്ലേ? തീർച്ചയായിട്ടും. ഒരു 15 കോടി രൂപ ബജറ്റ് ആവുന്ന ഒരു സിനിമയ്ക്ക് എത്ര ശതമാനമാണ് അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിലേക്ക് നീക്കി വെക്കുക, അല്ലെങ്കിൽ എത്ര വേണം? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു മലയാളത്തിൽ ഒരു നോർമൽ രീതിയിലുള്ള റിലീസൊക്കെ ആണെങ്കിൽ ഒരു 1.5 കോടി രൂപ വരാറുണ്ട്. ഒരു പ്രിൻ്റ് ആൻഡ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്, പ്രിൻറ്റും പബ്ലിസിറ്റി എല്ലാം കൂടെ കൂടിയിട്ടിട്ട് മിനിമം ഒരു 1.5 കോടി രൂപ വരും. നമ്മളിത് പാൻ ഇന്ത്യൻ ലെവലിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 2 കോടി രൂപയും കൂടെ അഡീഷണൽ ആവും. ഇത് എങ്ങനെ എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രെയിനിൽ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന രീതിയുണ്ട്, ഫ്ലെക്സ് പേസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്, ഫ്ലെക്സ് ബോർഡുകൾ ഒട്ടിക്കുന്നുണ്ട്, നമ്മൾ KSRTC ബസ്സിൽ ഒട്ടിക്കുന്ന രീതികളുണ്ട്, ഇപ്പം നമ്മൾ മെട്രോ പില്ലറുകളിൽ ഇത് ഒട്ടിക്കുന്ന രീതിയുണ്ട്, പിന്നെ റെയിൽ ഇപ്പോൾ ഈ പ്രധാന സ്ഥലങ്ങളിലുള്ള ഹോർഡിങ്സുകൾ വെക്കുന്ന, സിറ്റികളിലെല്ലാം ഹോർഡിങ്സ് വെക്കുന്ന ഇതുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഇത് വെക്കുന്നുണ്ട്, പേപ്പർ ആഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലേ ദിവസം പിറ്റേ ദിവസം അങ്ങനെയുള്ള, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം നമ്മൾ വലിയ വലിയ ഫങ്ഷൻസ് ഓരോ മാളുകളിലൊക്കെ നടത്തുന്ന ഓരോ രീതികളുണ്ട്, ഇവൻറ്റ്സ് പോലെ നടത്തുന്ന പ്രൊമോഷൻസ് ഉണ്ട്. അപ്പം ഞാൻ പറയാം, നമുക്കിത് പല പല രീതികളിൽ ചെയ്യാം. അപ്പം പിന്നെ നമ്മൾ ഓരോരോ ലാംഗ്വേജിലൊക്കെ ഇപ്പോൾ ഈവൻ പോയിട്ട് പ്രസ് മീറ്റ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. അവിടെ ഇതുപോലെയുള്ള ഓൺലൈൻസുകാർക്ക് അവിടെ കൊടുക്കും. റേഡിയോ അഡ്വർടൈസ്മെൻറ്റുകൾ ചെയ്യാറുണ്ട്, ചാനൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുണ്ട്, അതായത് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ആഡുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്ക്രോളിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പല ടൈപ്പ് ഓഫ്, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കോടിക്ക് വേണമെങ്കിലും ചെയ്യാം. അൺലിമിറ്റഡ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മളതിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എത്ര ചെയ്താലും നമുക്കെന്ന് ആ പ്രോഡക്റ്റ് അതിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് സസ്റ്റെയിൻ ചെയ്യുക. ഈ സിനിമയുടെ ഒരു ബജറ്റ് തീരുമാനിക്കുമ്പോൾ ഈ പറയുന്ന ഷൂട്ടിംഗ് ബജറ്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ ബജറ്റ്, ഈ പ്രൊമോഷനിലൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടിയുടെ എക്സിക്യൂഷൻ സൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു എൻഡിൽ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ വാഹനത്തിന് വരുന്ന കോസ്റ്റ്, ട്രാവലിന് വരുന്ന കോസ്റ്റ്, ഹോട്ടൽ റൂംസ്, സ്റ്റേ, മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഫെസിലിറ്റീസ്, അങ്ങനെ അടക്കം ഒരു ലോഡ് കോസ്റ്റ് വരുന്നുണ്ടല്ലോ. ഇതെല്ലാം ഹാപ്പനിങ് അറ്റ് 5 സ്റ്റാർ ഹോട്ടൽസ് ഒൺലി അല്ലേ? ആ ഹോട്ടൽസ് മാത്രമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിംഗ് ബജറ്റിലാണോ വരിക, ഓർ ദ ഫിലിംസ് ഹോൾ ബജറ്റിൽ ഇതെല്ലാം പ്ലാൻ? അല്ല, ഇത് മാർക്കറ്റിംഗ് ആണ്. ഇത് പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റിയുടെ സൈഡിലാണ് വരുന്നത്. ഇപ്പോൾ ഇതൊന്നും ഡയറക്ടർക്കോ അതിൻ്റെ റൈറ്റർക്കോ ഇത് അറിയില്ലല്ലോ. നമ്മൾ സിനിമ നമ്മൾ പ്രീ പ്രൊഡക്ഷൻ മുതൽ സിനിമ ഫസ്റ്റ് കോപ്പി ആകുന്ന സമയം വരെയുള്ളതാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് മെയിൻലി. ഇത് നമ്മുടെ പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി റിലീസ് ബഡ്ജറ്റിൽ വരുന്നതാണ്. റീസെൻ്റ്ലി വന്നൊരു സർവേ, നമ്മുടെ ഫസ്റ്റ് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മൊബൈൽ സ്ക്രീനായിട്ട് മാറി. അല്ലെങ്കിൽ തിയേറ്റർ ആയിരുന്നു, TV ഫസ്റ്റ് സ്ക്രീനും തിയേറ്റർ സെക്കൻഡ് സ്ക്രീനും ആയിരുന്നിടത്ത് ഒരു സ്ക്രീനൂടെ മുമ്പോട്ട് തള്ളിപ്പോയിന്ന് തിയേറ്റർ. കാരണം ഫസ്റ്റ് സ്ക്രീൻ മൊബൈലായി, സെക്കൻഡ് സ്ക്രീൻ ലാപ്ടോപ്പ് ഓർ ഐപാഡ് ഓർ TV ആയി, തേർഡ് സ്ക്രീനായി മാറി തിയേറ്റർ സ്ക്രീൻസ്. ഇതൊരു പ്രൊഡ്യൂസർക്ക് എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നത്?
മിനിമം എടുത്ത് നോക്കിയാൽ ശരാശരി ഒരു അല്ല 50-60 പെട്ടെന്ന് വിവരങ്ങൾ അറിയാന്നുള്ളതാണ്. വെയിറ്റിങ്ങിൻ്റെ ഒരു താമസമില്ല. നമ്മൾ ലാഗാണോ കൊടുക്കുന്ന പ്രോഡക്റ്റ് വേണ്ടേ പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകുക എന്നുള്ളതാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഇപ്പോൾ ഇവനിരിക്കുന്നത്. ഓക്കെ ഒരു കണ്ടന്റിന്റെ പേസ് മാറിയിട്ടുണ്ടല്ലോ. എല്ലാം ഒരു മിനിറ്റിൽ ഒരു എന്റർടൈൻമെന്റ് നമ്മളിപ്പോൾ കാണുന്ന ഒരു സിനിമ ലാഗാണ്, ഉടനെ അവൻ മൊബൈലിലേക്ക് പോവാണ്. ഓക്കെ പറഞ്ഞു മനസ്സിലാവും. കോളുകൾ വല്ലതും വന്നോ മെസ്സേജ് വല്ലതും വന്നോ, ഇതേ സിനിമ എൻഗേജ്ഡ് ആണെന്ന് വെച്ചു, അവൻ ആ ഫ്രെയിമിൽ തന്നെ നോക്കിയിട്ട് ഇവനിരിക്കും. ഓക്കെ അതായത് റിവ്യൂ പറയുന്നവർ ഇഷ്ടം പോലെ ഇപ്പോൾ ഇവൻ വന്നേക്കുവാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതൊരു ഭയങ്കര ഇപ്പോൾ കോളേജ് അധ്യാപനം വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറെ നല്ല തൊഴിലുകൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇതിലേക്ക് അല്ലല്ല ഞാൻ പറഞ്ഞ. അപ്പം അങ്ങനെയൊക്കെ അവരാരെ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്? ഞാൻ കാശ് മുടക്കിയ പൈസ എങ്ങോട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ കാശ് മുടക്കിയ പ്രൊഡ്യൂസേഴ്സിനെ വെച്ചുണ്ടാക്കിയ നല്ലതെന്ന് വിചാരിക്കുന്ന ഒരു സിനിമ സംഭവിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമ എടുത്തിട്ട് അത് റിസൾട്ട് ചെയ്യുമ്പം അതിനെ ഇവരാണ് വിമർശിക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുകയാണ്. ആരുടെ കണ്ടന്റ് വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്? ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് വെച്ചിട്ടാണ്, ഞാൻ കൊടുക്കുന്ന സിനിമ എന്ന് പറയുന്ന കണ്ടന്റ് വെച്ചിട്ടാണ്, അത് വാങ്ങിച്ചിട്ടാണ് ഹോട്ട്സ്റ്റാറോ നെറ്റ്ഫ്ലിക്സോ ആമസോണോ പൈസ ഉണ്ടാക്കുന്നത്. അല്ലെ ആ പൈസ അവരുണ്ടാക്കുന്ന പൈസ നമ്മളൊക്കെ അഡ്വാൻസ് ആയിട്ട് തരുന്നത്. മനസ്സിലായോ? റിവ്യൂവർ എന്താ ചെയ്യുന്നത്? നമ്മുടെ കണ്ടന്റ് അവൻ പൈസ എടുത്ത് കണ്ടിട്ട് അവൻ പൈസ ഉണ്ടാക്കുവാണ്. മനസ്സിലായി. അപ്പോൾ അതായത് അവൻ 100 രൂപ ഇവൻ തന്നിട്ട് അവൻ ലക്ഷങ്ങൾ ഇപ്പോൾ ഇവൻ ഉണ്ടാക്കുവാണ്. ഇതൊരു നോർമൽ ആളുകൾക്ക് ചിലപ്പോൾ അറിയത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു സിനിമേനെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റീച്ച് വരത്തില്ല എന്ന് പറയുമ്പോൾ മോശം പറയുകയാണ്. മോശം പറഞ്ഞ് മാക്സിമം റീച്ച് ഉണ്ടാക്കുക. അല്ല, അതിപ്പം സിനിമ ഇൻഡസ്ട്രി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം ഇതിനെ അതിജീവിച്ചും സിനിമ ട്രാവൽ ചെയ്യും, സിനിമ മുന്നോട്ട് തന്നെ പോകും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇതൊരു ഒരു ഒരു തൊഴിലായിട്ട് മാറിയേക്കാണ് ആക്ച്വലി. ഓക്കെ ഇതിൻ്റെ പരിഹാരത്തിനെ പറ്റി അല്ലെങ്കിൽ ഇതിനെന്താണ് ഒരു പോംവഴി എന്നൊക്കെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത് കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ സിനിമയുടെ റിലീസിൻ്റെ ദിവസം അന്ന് തന്നെ ഈ റിവ്യൂ ചെയ്യുന്ന സംവിധാനം കുറച്ചങ്ങോട്ട് മാറ്റി ഒരാഴ്ചയ്ക്ക് ശേഷം റിവ്യൂ ചെയ്താൽ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു OTT റിലീസിന് ശേഷം റിവ്യൂ ചെയ്താൽ, അങ്ങനെ ഒരു പോസിബിലിറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയുള്ളപ്പോൾ ഇവർക്ക് പിന്നെ സ്കോപ്പ് ഇല്ലല്ലോ ആക്ച്വലി. എന്തുകൊണ്ട് അപ്പോൾ? അല്ല, നമുക്കൊരു ന്യൂസ് കേൾക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചാനലുകൾ തമ്മിലുള്ള ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള മത്സരം എന്താണ്? ഒരു റിപ്പോർട്ട് ആരാദ്യം പ്രസൻറ്റ് ചെയ്യുന്നു, ആരാദ്യം ജനങ്ങൾക്ക് മുന്നിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ മനസ്സിലായി. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനാണ് TRP റേറ്റിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിട്ടിരിക്കുന്നത്. ഏത് ചാനൽ വെക്കുന്നതായിരിക്കും, ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ഓരോ ചാനലുകളും ഓരോ ന്യൂസ് കൊടുക്കുമ്പോൾ ഓക്കെ ഇത് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്, ഏഷ്യാനെറ്റ് എക്സ്ക്ലൂസീവ്, മനോരമ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവൻ വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമ കണ്ടിറങ്ങി ഫസ്റ്റ് ഷോയ്ക്ക് ഇപ്പോൾ ഇവൻ പോയിട്ട് അവൻ വന്നിട്ട് അപ്പോഴേ റിവ്യൂ കൊടുക്കുവാണ്. മനസ്സിലായോ? അപ്പം ഈ റിവ്യൂ എല്ലാവരും നോക്കി എല്ലാവരും ഇത് മനസ്സിലാക്കി സിനിമ കാണാൻ പോകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയും ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ കാരണം നമ്മളവരെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, അവരെ കണ്ടിട്ട് കേട്ടിട്ട്. കാരണം അവരുടെ ടേസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും അത്. പറഞ്ഞു മനസ്സിലായി. ഇപ്പം റിവ്യൂ ചെയ്യുന്നവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് മാർക്കോ എന്ന് പറയുന്ന സിനിമ അത് പേഴ്സണലി ഭയങ്കര ഇവന് ഇഷ്ടപ്പെട്ട സിനിമ, എനിക്ക് ഇത്രത്തോളം സിനിമകളാണ് കാണാൻ ഭയങ്കര താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആളുടെ മൂഡ് അതാണ്. മനസ്സിലായി? അത്തരത്തിൽ അപ്പം ആ ആൾക്ക് അത്തരത്തിൽ ഉള്ള സിനിമകളാണ് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പം അത്തരത്തിലുള്ള സിനിമ അല്ലാത്ത സിനിമകൾ ഇറങ്ങുമ്പോൾ ആ ആൾക്ക് നല്ലതാണെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. ഓക്കെ ഇതിനിടയ്ക്കത്തെ ഈ ലൈൻ ഭയങ്കര ലീനിയർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് പലപ്പോഴും റിവ്യൂവേഴ്സ് അവകാശപ്പെടുന്നൊരു കാര്യം, ഇത് ഞാൻ 150 രൂപ മുടക്കി സിനിമ കണ്ടു, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ക്രിട്ടിക് രൂപത്തിലാണല്ലോ അഭിപ്രായം പലപ്പോഴും പുറത്തു വരുന്നത്. അതായത് ഫിലിം ക്രിട്ടിക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഫിലിമിനെ സമീപിക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളും അഭിപ്രായം ആർക്കും പറയാമെന്ന് പറയുന്ന സാധനം. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് അത് പറയുമ്പോഴാണല്ലോ അത് പ്രൊഡ്യൂസർക്ക് ഡാമേജ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഫിലിമിന് ഡാമേജ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ വ്യൂവബിലിറ്റിക്ക് ടിക്കറ്റ് സെല്ലിങ്ങിന് ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നൊരു സാധനം അൾട്ടിമേറ്റ്ലി വേണ്ടത് പ്രൊഡ്യൂസർക്ക് തന്നെയാണല്ലോ. കാരണം ഈ സിനിമയെ നല്ല സിനിമയാണെങ്കിൽ അത് എല്ലാവരിലേക്ക് എത്തുകയും, മോശം സിനിമയാണെങ്കിൽ അതൊന്ന് വിജയിക്കണമെന്ന് നിങ്ങളാരും അവകാശപ്പെടുന്നതായിട്ട് കണ്ടിട്ടുമില്ല. എന്തായിരിക്കും ഇതിൻ്റെ ഒരു പോംവഴി? കോടതി അല്ലെങ്കിൽ സിനിമാ നയമൊക്കെ രൂപീകരിക്കുന്ന സമയമാണല്ലോ, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയമാണല്ലോ. അല്ല, ഇതൊരു ഡിസ്കഷൻ പോയിന്റിൽ ഉള്ളതാണ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം
അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മൾ സിനിമ കണ്ടിട്ട് മോശമുള്ള സിനിമകളെ മോശമെന്ന് തന്നെ ഞങ്ങൾ പറയാറുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത എത്രയോ സിനിമകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അതിൽ കാര്യമില്ല നമ്മുടെ അഭിപ്രായത്തിന്. പക്ഷെ നമ്മുടെ അഭിപ്രായം എങ്ങനെ പറയണം എന്നുള്ള ഒരു കാര്യം ആ പറയുന്ന ആൾക്ക് തീരുമാനിക്കാമല്ലോ. ഓക്കെ, അത് ഇതിപ്പം അഭിപ്രായം പറയുന്നത് എന്താണ്, ഒരു 10 മിനിറ്റുള്ള വീഡിയോയാണ്. അത് ത്രൂ ഔട്ട് അതിൻ്റെ കഥ പറയുന്നു, അതിൻ്റെ ക്യാരക്ടറുകൾ ഇന്ന കാര്യങ്ങളാണെന്ന് പറയുന്നു, അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഇന്നതാന്ന് പറയുന്നു, സെക്കൻഡ് ഹാഫ് ഇന്നതാന്ന് പറയുന്നു, ക്ലൈമാക്സിൻ്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിപ്പോൾ എന്നാലും അതിൻ്റെ ഏകദേശം അത് ഇങ്ങനെയാണെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ അപ്പോൾ ഒരു സിനിമേനെ സ്പോയിലറായി മാറ്റുവാണത്. മനസ്സിലായി. അപ്പം ആ അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയും കൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ റിവ്യൂ നോക്കാമെന്ന് തോന്നിപ്പിക്കുന്നത്. മനസ്സിലായി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു റിവ്യൂ തന്നെയല്ലല്ലോ, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു സാധനം മാത്രം പറഞ്ഞാൽ പോരെ. അതിനെ ഒരു 10 മിനിറ്റ് എടുത്ത് പറയുമ്പോൾ അതിൻ്റെ ഒരു സിനിമയുടെ സ്പോയിലറായി മാറുമല്ലേ. അല്ലെങ്കിൽ എന്നാൽ ഇതേ ഇൻകം വന്നിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ 110 രൂപ അവൻ തിരിച്ചു വാങ്ങിച്ചിട്ട് ഇതിൽ കിട്ടുന്ന വരുമാനം അതിൻ്റെ പ്രൊഡ്യൂസർക്ക് കൊടുക്കും. അത് പറ്റുന്നില്ലല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു റിവ്യൂവറോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ നമുക്ക് അങ്ങനല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ടെങ്കിലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴെങ്കിലും ഒരു റിവ്യൂവറോട്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം എടുത്തു, എല്ലാ ദിവസവും നല്ല പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ പേഴ്സണലി തന്നെ എടുത്തു, മനസ്സിലായി, എന്തെല്ലാം കുറ്റങ്ങൾ ഇപ്പം ഇവനുണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മൾ സിനിമകൾ എടുക്കുന്നു. എല്ലാ നിർമ്മാതാക്കളും ഇപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് 10% താഴെയാണ് ഇതിൻ്റെ സക്സസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും സിനിമകൾ എടുക്കുന്ന നിർമ്മാതാക്കൾ ഈ കഥയും അല്ലെങ്കിൽ ഇതിൻ്റെ തിരക്കഥയൊക്കെ കേട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ കേൾക്കുന്ന, അതായത് ശൂന്യാകാശത്തു നിന്നൊരു കഥ ഉണ്ടാക്കിയിട്ടിട്ട് അത് തിരക്കഥയാക്കി പേപ്പറിലേക്ക് ഇവൻ മാറ്റി ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഓക്കെ ചെയ്ത് അതൊരു ഷൂട്ടിംഗ് പ്രോസസ്സാക്കി മാറ്റി ഷൂട്ട് ചെയ്ത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ ഇത് ചിലപ്പം അതായത് കൊള്ളത്തില്ലാത്ത സിനിമയായി മാറാം. ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആരും അഴുക്ക് സിനിമ അല്ല, അങ്ങനെ ഒരാൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഇവിടെ ഇൻകം ടാക്സ്, ഇതെന്താണ് കള്ളപ്പണം വെളുപ്പിക്കാൻ വരുന്ന ഫീൽഡാണോ ഇത്? അത് നമുക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താണ് ഇവരെല്ലാം കണ്ണടച്ചിരിക്കുകയാണോ ഇൻകം ടാക്സുകാർ? ഞങ്ങൾക്കൊക്കെ എല്ലാ പ്രാവശ്യവും തന്നെ ഈ സിനിമയിലുള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻകം ടാക്സ് റെയ്ഡ്, GST റെയ്ഡ് ഇതെല്ലാം ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ ഇതെന്താണ് ഞങ്ങളെ കള്ളപ്പണം വെളുപ്പിക്കുന്ന മേഖല? അങ്ങനെയൊന്നുമല്ല. ഇത് ആളുകൾക്ക് എന്ത് വേണേലും പറയാം. പിന്നെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരൊക്കെ കമൻറ്റും ഓരോരുത്തർ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രയോ മോശമായിട്ടാണ് ഈവൻ പറയുന്നത്. ഇതൊക്കെ കമൻസ് വായിച്ചാലോ അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനായിട്ടേ തോന്നത്തില്ല. കാരണം അപ്പം ഇതിൽ നിന്നെല്ലാം ഒരു അകലം പാലിക്കുക എന്നുള്ളൊരു മൂഡിലേക്ക് വരും. മനസ്സിലായി. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ലിസൺ സ്റ്റീഫൻ ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇതേ റിവ്യൂവേഴ്സ് തന്നെ സിനിമയെ പറ്റി നല്ല അഭിപ്രായം പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അത് ഫിലിമിൻ്റെ ടെംപ്ലേറ്റിലിട്ട് റീലായിട്ട് അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അല്ല, അതിപ്പോൾ ഞാൻ ഉൾപ്പെടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അതെന്തുകൊണ്ടാണ്? അതെന്താണെന്നറിയോ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ബാധിക്കുന്നവരുണ്ട്, ബാധിക്കാത്തവരുണ്ട്. ഓക്കെ, മനസ്സിലായി. ഇത് കേട്ടിട്ട് ഇവരുടെയൊക്കെ റിവ്യൂ കേട്ടിട്ട് സിനിമ കാണാൻ പോകുന്നവരുണ്ട്, കേൾക്കാതെയും സിനിമ കാണാൻ പോകുന്നവരുണ്ട്. അപ്പം കേട്ടിട്ട് സിനിമ കാണാൻ പോകുന്നവരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വിവാഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഓക്കെ ഇവന് നല്ലത് പറഞ്ഞു, ഇവന് ഇഷ്ടപ്പെട്ടു, അപ്പം ഇവൻ്റെ ഇന്നയാളുടെ മെൻറ്റാലിറ്റി ഉള്ളവർക്കും പറ്റിയ സിനിമയാണ് ഇത്, എന്നാൽ ഇവർ പോയി കാണട്ടെ എന്നുള്ള ഉദ്ദേശിച്ച് എല്ലാവരും ഈ ഒരു 2 വീക്സാണ് പ്രൊഡ്യൂസർക്ക് മാക്സിമം ഇത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ മാക്സിമം പരസ്യങ്ങൾ ചെയ്യുവാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്തെല്ലാം പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ, ആളുകളുടെ അടുത്തേക്ക് ഇത് എങ്ങനെയൊക്കെ റീച്ചാക്കി എടുക്കാൻ പറ്റുമോ, നമ്മളെപ്പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് എല്ലാം ആഞ്ഞ് ശ്രമിക്കുകയാണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ആ 2 വീക്സിനുള്ളിൽ, ആ 3 വീക്സിനുള്ളിൽ വേണം ആ സിനിമയുടെ കളക്ഷൻ എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം അത്രയും സിനിമകളും വന്നുകൊണ്ടിട്ടിരിക്കുമല്ലേ. ശരിക്കും ഇത്രയും സിനിമകൾ കേരളത്തിന് ആവശ്യമില്ല. ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങുന്നു, എത്രയോ സിനിമകൾ കാണാതെ പോകുന്നു. ഓക്കെ, മനസ്സിലായി. അപ്പം ആ 10% താഴെയുള്ള സിനിമകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് സക്സസ് ഉള്ളൂ. 90% സിനിമകളും ഫ്ലോപ്പാണ്. അപ്പോൾ അതിൽ ചില സിനിമകൾ മാത്രമേ മുതൽ കിട്ടുന്നുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് കിട്ടുന്നത് വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കിട്ടുന്നവനെ പോലും വെറുതെ വിടത്തില്ല. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഓക്കെ, കളക്ഷൻ പെരുപ്പിച്ച് കാട്ടിയോ അല്ലെങ്കിൽ റിയൽ കളക്ഷൻ എന്താണെന്നുള്ളത് ഇവിടുത്തെ ഇൻകം ടാക്സുകാർക്ക് ഉൾപ്പെടെ അറിയാം. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആ വ്യവസായത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോഴത്തേനും എന്താണെന്ന് വെച്ചാൽ 40 കോടി വന്നുള്ളായിരിക്കാം, അല്ലെങ്കിൽ 42 ആയിട്ടുള്ളൂ. നമ്മൾ ഉടനെ 50 കോടി എന്ന് പറഞ്ഞിട്ട് 50 കോടിയിലേക്ക്